അപ്പോൾ ഇന്ന് ഒരു പുട്ടിൻ്റെ വ്യത്യസ്തമായ രുചി തേടിയുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോട്ടയം നഗരത്തിലുള്ള പുട്ടോപ്പിയ എന്നാണ് ആ കടയുടെ പേര്. അതിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ടല്ലേ. പുട്ടോപ്പിയയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? വ്യത്യസ്തമായ പുട്ട് വിഭവങ്ങളുണ്ട്. അത് മാത്രമല്ല അവിടെ നല്ല വെറൈറ്റി ചായ, ഒരു ടൈപ്പ് മാത്രമല്ല പല ടൈപ്പിലുള്ള ചായകൾ അവിടെ കിട്ടുമെന്നാണ് ടോബി ജോൺസൺ പറയുന്നത്. അപ്പോൾ നമുക്കും പിന്നാലെ പിടിക്കാം ടോബിയുടെ കൂടെ. നല്ല ചൂട് പുട്ട്, ഒപ്പം ബീഫിൻ്റെയും ചിക്കൻ്റെയും എല്ലാം നല്ല രുചിയൂറുന്ന കറികൾ. അതുമാത്രമല്ല പുട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ. അങ്ങനെ നിരവധി പുട്ട് വിശേഷങ്ങളുണ്ട് നമ്മുടെ ഈ പുട്ടോപ്പിയയിൽ. കോട്ടയം നഗരമധ്യത്തിൽ തന്നെയാണ് ഈ പുട്ടോപ്പിയ ഉള്ളത്. മാർക്കറ്റിലേക്ക് കയറുന്ന ML റോഡിലൂടെ ഒരു 20 മീറ്റർ അകത്തോട്ട് കയറി വന്നാൽ നമുക്ക് ഈ പുട്ടോപ്പിയയിൽ എത്താം. അപ്പോൾ വളരെ ചെറിയൊരു കടയാണ്, പക്ഷേ ആ ചെറിയ കടയിൽ ഒരുപാട് രുചി വൈവിധ്യങ്ങളുണ്ട്. ഏകദേശം 40ഓളം പുട്ടുകൾ, വ്യത്യസ്ത ഇനം പുട്ടുകളുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അതിൽ പുട്ട് ബിരിയാണിയുണ്ട്, ഇറച്ചിപ്പുട്ടുണ്ട്, ചിക്കൻ പുട്ടുണ്ട്, അങ്ങനെ 40ഓളം ഐറ്റംസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൽ എല്ലാ സാധനങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ പുട്ട് മാത്രമല്ല, ഇവിടെ വന്നാൽ വെറൈറ്റി ചായകളും കുടിക്കാം. വ്യത്യസ്തമായ ചായകൾ ഇവിടെ കിട്ടും. ഫിൽട്ടർ കോഫി കിട്ടും. അതുപോലെ തന്നെ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഒരു ബിരിയാണി ചായയാണ്. അങ്ങനെ വ്യത്യസ്തമായ ചായകൾ കിട്ടും. എന്തായാലും നമുക്ക് അതിൻ്റെ കൂടി ടേസ്റ്റ് ഒന്ന് നോക്കാം. കഴിച്ചപ്പോൾ ഈ മസാലപ്പുട്ട് അടിപൊളി ടേസ്റ്റാണ്. വേറെ കോട്ടയത്ത് ഇതുപോലൊരു ഫുഡ് കിട്ടുന്നത് നമുക്ക് ഒരു 1:30 ആ ഒരു ടൈം വരെ, രാത്രിയിൽ 1:30 വരെയൊക്കെ ഉള്ളതാണ്. നമുക്ക് ആ ഒരു ടൈമിൽ വേറെ നല്ല ഫുഡ് കിട്ടുന്ന വേറെ ഒരു കടയില്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ സ്ഥിരം ഇപ്പോൾ കമ്പനിക്കാരായിട്ടാണെങ്കിലും സ്ഥിരം വന്ന് കഴിക്കുന്ന സ്പോട്ട് ഇത്. मेरे पास फिल्टर कॉफ़ी है, बिरयानी चाय, പിന്നെ ब्रू कॉफ़ी, बूस्ट, हॉर्लिक्स, चाय, मिंडी चाय, बेस्ट चाय, बिरयानी चाय, फिल्टर कॉफ़ी. పుట్టు ఐటమ్ हमारे पास 4-5 ಉಂಡು. പുട്ട് ബിരിയാണി ചിക്കൻ ഉണ്ടോ, ബീഫ് പുട്ട് ബിരിയാണി ഉണ്ടോ, ഒലത്ത് ബിരിയാണി ഉണ്ടോ, പിന്നെ അടിച്ചുപുട്ട് ബീഫ് ഉണ്ടോ, അടിച്ചുപുട്ട് ചിക്കൻ ഉണ്ടോ, പിന്നെ ബീഫ് ഓംലേറ്റ്, ചിക്കൻ ഓംലേറ്റ് ഉണ്ട്, പുട്ടു കടല ഉണ്ട്. ഒരുപറ്റം യുവാക്കൾ ചേർന്ന് തുടങ്ങിയ ദോസ്തി കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ പുട്ടോപ്പിയ എന്ന് പറയുന്ന പുട്ട് കമ്പനി കോട്ടയത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ പുട്ടോപ്പിയയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലും ഔട്ട്ലെറ്റുകളുണ്ട്. കൊച്ചിയിലൊക്കെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവിടെയും ഈ കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത് ഇവിടുത്തെ ചിക്കനും മുട്ടയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു കഴിക്കുന്നത് ബീഫും പുട്ടും കൂടിയാണ്. അതുപോലെ ബിബിൻ കഴിക്കുന്നത് ഒരു ഓംപ്ലേറ്റ് മിക്സാണ്, ഓംപ്ലേറ്റ് സ്റ്റഫ്ഡ് ഓംപ്ലേറ്റ് ആണ്, അതുമാണ് കഴിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ചിക്കൻ പുട്ട് ബിരിയാണിയും കൂടി പറഞ്ഞിട്ടുണ്ട്, അതും കൂടി വരുന്നുണ്ട്. നമുക്ക് ആദ്യം വന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് ആണ്.
അത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ അത് ആ കറി കൂട്ടി നമ്മൾ കഴിക്കുമ്പോൾ വായിൽ വെക്കുമ്പോൾ അടുത്തു പോകുന്ന ഒരു രുചിയാണ്. അതുകൊണ്ട് വളരെ ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ട് തന്നെയാണ് എല്ലാം എന്ന് നമുക്ക് വേണം പറയാം. ഇതിപ്പോൾ ചിക്കൻ പുട്ട് ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള 40 ഐറ്റംസാണ് ഈ കടയിലുള്ളത്. അതോടൊപ്പം തന്നെ ചായയുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ സാധിക്കും. ചെറിയ ബിരിയാണിയുടെ ഒക്കെ രുചിയുണ്ട് കേട്ടോ. എന്തോ ബിരിയാണിയുടെ എന്തൊരു ടേസ്റ്റും കൂടി കയറി വരുന്നുണ്ട്. അതുപോലെ പപ്പടവും സബോളയും എല്ലാം അരിഞ്ഞിട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആ മിക്സിൻ്റേതായിട്ടുള്ളൊരു രുചി ഈ ബിരിയാണിക്കകത്ത്, പുട്ട് ബിരിയാണിക്കകത്തുണ്ട്. വൈകുന്നേരം 2 മണി മുതലാണ് കട ആരംഭിക്കുന്നത്. രാത്രിയിൽ എപ്പോൾ വന്നാലും ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മിതമായ റേറ്റുമാണ് ഇവിടെ ഈടാക്കുന്നത്. എന്തായാലും പുട്ടോപ്പിയയിലെ ഈ പുട്ടുവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.